അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ ഏറ്റവും സ്നേഹവും ആദരവുമുള്ള മക്കയിലെ വിക്കായ വളണ്ടിയർമാരായ പൊന്നനുജന്മാരെ, സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് പലപ്പോഴും വ്യക്തിപരമായി നിമിഷങ്ങൾ മാത്രം പലപ്പോഴും ബന്ധപ്പെട്ടത് മുൻകാലങ്ങളിൽ പല പരിപാടികൾ വെച്ചോ അല്ലെങ്കിൽ ജസ്റ്റ് ഉംറയ്ക്ക് വന്ന് പോകുമ്പോഴോ ഒക്കെ പലപ്പോഴും പേര് കേട്ടറിയാം. പക്ഷേ ഈ ഹജ്ജ് യാത്രയിൽ ഒരുപാട് സമയം കിട്ടി എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും വ്യക്തിപരമായി കൂടുതൽ അടുത്തറിയാനും നിങ്ങളുടെ സ്വഭാവ ഇഷ്ടങ്ങളും സേവന തൽപരതയും നേരിട്ട് മനസ്സിലാക്കാനും അനുഭവിച്ചറിയാനും സാധിച്ചു. അൽഹംദുലില്ലാഹ്, നിങ്ങൾ സംഘപ്രവർത്തകർ സമസ്ത കേരള ജംഇയ്യത്തുൽ തണലിൽ വിക്കായ വളണ്ടിയർമാർ, സമസ്തക്കാരല്ലാത്ത ആളുകൾക്ക് പോലും അറിയും അങ്ങനെ ഒരു വിഭാഗം. അത് ഏതാണെന്നും അവർക്കറിയില്ല. ആ വിക്കായക്കാരെന്താ വരാത്ത, അവർക്ക് ഇങ്ങനത്തെ കാര്യം ചെയ്യാറുണ്ടല്ലോ, അവർക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ നേരിട്ട് കേൾക്കുന്ന പലപ്പോഴും ഈ ശരിക്കും പറഞ്ഞാൽ മക്കയിൽ നിന്ന് കേട്ടിരുന്നു ചില ഘട്ടങ്ങളിൽ. അപ്പൊ അവർക്ക് വരാൻ പറ്റാത്തതുകൊണ്ടാണെന്ന് മറ്റാൾക്കാർ പറയും, ആരും വരാൻ പറ്റൂല അവൾക്ക്. എന്തായിരുന്നാലും നിങ്ങൾ ചെയ്യുന്ന സേവനങ്ങൾ അള്ളാഹു അർഹിക്കുന്ന പ്രതിഫലം തരട്ടെ. ഒരുപാട് ഹിദ്മകൾ നിങ്ങൾ ചെയ്യുന്നുണ്ട്. അൽഹംദുലില്ലാഹ്, ഞാൻ ഓരോരുത്തരുടെ പേരെടുത്ത് പറയുന്നില്ല. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ സഹായികളായി ഹജ്ജിന് വരുന്ന ആളുകൾ അള്ളാഹുവിന്റെ വഫ്ദാണെന്നാണല്ലോ. വഫ്ദ് എന്ന് പറയുമ്പോൾ പ്രതിനിധി സംഘം, ഒരു രാജ്യത്തിന്റെ പ്രതിനിധികളായി എത്തിരുന്ന ആളുകൾ. അതുപോലെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന ആളുകൾ എന്ന നിലയിൽ നിങ്ങൾ തദ്ദേശീയരായ ആളുകൾ അവരെ അതുപോലെ ഇഷ്ടപ്പെട്ട് ആദരിച്ച് ആനയിച്ച് അവർക്ക് വേണ്ട ഭക്ഷണങ്ങളും അവർക്ക് വേണ്ട സഹായങ്ങളും അവർക്ക് വേണ്ട റൂട്ട് പറഞ്ഞു കൊടുത്തും അവരെ വണ്ടിയിൽ കൊണ്ടുപോയാക്കിയും നിങ്ങൾ ചെയ്യുന്ന ഹിദ്മകൾ വിലമതിക്കാനാവാത്തതാണ്. ആരുടെയും പ്രത്യേകമായ അംഗീകാരമോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഘടനയുടെ വാർത്തയിൽ വരാനോ ഒന്നും ഉദ്ദേശമല്ല. അള്ളാഹുവിന്റെ വജഹ് വിചാരിച്ച് ദയാനിധിയായ റബ്ബ് സുബ്ഹാനഹു വ തആല അർഹിക്കുന്ന പ്രതിഫലം ദുനിയാവും ആഖിറത്തും നിങ്ങൾക്കൊക്കെ നൽകട്ടെ. ഉറക്ക പോലും നഷ്ടപ്പെടുത്തി ജോലി കഴിഞ്ഞ് ഇതിനു വേണ്ടി സേവനം ഞാൻ നേരിട്ട് അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് പകരം ദുനിയാവിലും ആഖിറത്തിലും അർഹിക്കുന്ന നിലയിലുള്ള പുണ്യങ്ങൾ മഹത്വങ്ങൾ നൽകി ആദരിക്കട്ടെ. നമ്മുടെയും നമ്മുടെ അഹലുകാരുടെയും എല്ലാവിധ കാര്യങ്ങളും അള്ളാഹു റാഹത്തും സന്തോഷമാക്കി തീർക്കട്ടെ. ജോലികളിലും സ്ഥാപനങ്ങളും കച്ചവടങ്ങളൊക്കെ അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നു, സന്തോഷം അറിയിക്കുന്നു. നിങ്ങളൊക്കെ ദുആയിൽ ഇങ്ങനെ ഉൾപ്പെടുത്തണമെന്ന് സ്നേഹാദരപൂർവ്വം അപേക്ഷിക്കുന്നു. ഒരിക്കൽ കൂടി സന്തോഷവും നന്ദിയും രേഖപ്പെടുത്തിക്കൊണ്ട് അവസാനിക്കും. ജസാക്കുമുല്ലാഹു ഖൈറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.